അപ്പോൾ ഗൈസ് 31 ശനിയാഴ്ചയാണ് നമ്മുടെ ഗ്രീൻഫീൽഡിൽ ഇന്ത്യ ന്യൂസിലാൻഡ് തമ്മിലുള്ള 5 2020 പരമ്പരയിലെ അവസാനത്തെ മത്സരം വേദിയാകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് ഇഷ്യൂസ്, ടിക്കറ്റിൻ്റെ റേറ്റ് കാരണം ഇഷ്യൂസ് ഉണ്ടായി. അതിൽ ആരാധകർ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടാക്കി. പിന്നീട് സഞ്ജു സാംസൺ ടീമിലില്ലാത്തത് കാരണം കുറച്ച് ആളുകൾ ഡൗണായി. ഇപ്പോൾ അതെല്ലാം ഒത്തു വന്നിരിക്കുകയാണ്. സഞ്ജു ടീമിലും ഉണ്ട്, പിന്നെ ഈ ടിക്കറ്റിൻ്റെ റേറ്റ് മാക്സിമം കുറച്ചിട്ടുമുണ്ട്. GST പോലും ഇല്ലാതെയാണ് അവർ വിറ്റത്. നമുക്ക് ആ ടിക്കറ്റ് ജെനി ആപ്പിൽ കാണാൻ സാധിച്ചു. 24 മണിക്കൂറിനകത്താണ് ടിക്കറ്റ് എല്ലാം വിറ്റുപോയത്. സ്റ്റേഡിയത്തിൽ പോകുന്നവർ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ തയ്യാറെടുപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സഞ്ജുവിൻ്റെ കൂറ്റൻ ഫ്ലക്സ് വയ്ക്കാൻ ഫാൻസുകാരവിടെ സ്ഥലം വരെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഫ്ലക്സും കാര്യങ്ങളും കാണാം. സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്ലെക്സ് ബോർഡുകൾ കാണാം. നമ്മുടെ പവലിയനിലേക്കും ടെറസിലേക്കുമുള്ള വഴികളൊക്കെയാണ് ഇവിടെ ആ ബോർഡ് തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ ബാക്കിയുള്ളത് ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ പുറത്ത് കോർപ്പറേഷൻ ജീവനക്കാർ ഇത് ക്ലീൻ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതുകൊണ്ട് എല്ലാ സാധനം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും എല്ലാം നമുക്ക് പുറത്തു നിന്ന് അകത്തേക്കോട്ട് കൊണ്ടുപോകാനുള്ള അനുമതിയില്ല. അപ്പം അതിൽ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പവർ ബാങ്ക്, ഒരുപാട് ആളുകൾ മൊബൈലിൽ ചാർജ് തീരുമെന്ന് കരുതി അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവിടെ പവർ ബാങ്ക് കയറ്റത്തില്ല. അതുകൊണ്ട് 2 ഫോണൊക്കെ എടുത്ത് കയ്യിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ അതെല്ലാം പുറത്തോട്ട് വെച്ചിട്ട് വേണം പോകാൻ. അമ്മാരെവിടെ വെച്ചാലും തപ്പി കണ്ടുപിടിക്കും. പിന്നെയുള്ള സെൽഫി സ്റ്റിക്ക്, അത് എല്ലാവരും ഉപയോഗിക്കില്ലെങ്കിലും ചിലർ സെൽഫി സ്റ്റിക്ക് ആയിട്ടായിരിക്കും. വുമൺസിൻ്റെ കളി കാണാൻ പോയപ്പോൾ ബംഗാളികൾ സെൽഫി സ്റ്റിക്ക് കൊണ്ട് വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കയറ്റത്തില്ല. പിന്നെ കോയിൻസ്, നമ്മുടെ നാണയത്തുട്ടുകൾ, അതൊന്നും അകത്തോട്ട് കയറ്റുന്നതായിരിക്കില്ല. പിന്നെ സിറിഞ്ച്, അത് എല്ലാവരും ഉപയോഗിക്കത്തില്ല. എന്നാലും ചില ബംഗാളികളുടെ കയ്യിലോ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഉപയോഗിക്കില്ല. ഷാർപ്പ് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. സിറിഞ്ച്, കത്തി, അതുപോലെ മൂർച്ചയുള്ള എന്തെങ്കിലും, അതൊക്കെ വേണ്ട. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളെ DSLR, പിന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക, DSLR ക്യാമറ പോലത്തെ ആ സാധനങ്ങളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ വിസിൽ, ഇത് ചെന്നൈനെ കളിയാക്കി പറയുന്നതാണ് ഡൗട്ടുണ്ട്. വിസില്, ഇത് എന്ത് ലോജിക്കാണെന്ന് അറിയില്ല. എന്നിട്ട് ഇവന്മാർ ഫ്രണ്ടിൽ മറ്റേ ഒരു PP ഉണ്ടല്ലോ, ഊത്ത്, അതെടുത്ത് ചെവിയുടെ അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് കൂടും. അത് നിങ്ങൾ കണ്ടോ? അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. വിസിൽ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉറപ്പായിട്ടും മൊത്തം ഈ ഒരു സാധനം ചെവി കേൾക്കാൻ നിവൃത്തിയാണില്ല. പിന്നെ ഗ്ലാസ് ബോട്ടിൽസ് പോലത്തെ സാധനങ്ങൾ, പിന്നെ അംബ്രല്ല, കുട എടുക്കാൻ സാധിക്കില്ല. മഞ്ഞുള്ള സമയമായതുകൊണ്ട് കൂടുതൽ പേരും ചിലപ്പോൾ കുട എടുക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എന്നാൽ അത് എടുക്കണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഹെൽമെറ്റ്, 2 വീലറിൽ വരുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഹെൽമെറ്റ് എവിടെ വയ്ക്കും എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ലോക്ക് എന്തെങ്കിലും കരുതുന്നതായിരിക്കും നല്ലത്. ഹെൽമെറ്റ് അകത്ത് കൊണ്ട് കയറാൻ സാധിക്കില്ലെന്നാണ് അവർ പറയുന്നത്. പുറത്തുനിന്നും ഒരു തരത്തിലുള്ള ഫുഡുകളോ മറ്റോ അകത്ത് കൊണ്ട് കയറ്റാൻ സമ്മതിക്കില്ല. പിന്നെ ഡ്രോൺ അധികം ആരും ഉപയോഗിക്കാറില്ല. ഡ്രോണ്, പിന്നെയുള്ളത് ക്യാമറ, DSLR ക്യാമറ, നമ്മുടെ വ്ളോഗ് എടുക്കാനുള്ള ഒരു എന്താ പറയുക, GoPro, അതെനിക്ക് മോശമായ അനുഭവമാണ് ഉണ്ടായി. Insta360 കൊണ്ട് കഴിഞ്ഞ വുമൺസ് T20 കാണാൻ പോയിരുന്നു. പക്ഷേ ക്യാമറ അകത്ത് കയറ്റിയില്ല. അതും എന്ത് ലോജിക്കാണെന്ന് അറിയില്ല. ഫോണിലെ ക്യാമറ ഉപയോഗിക്കാം, പക്ഷേ നമുക്ക് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഒരു ക്യാമറ ഉപയോഗിച്ചുകൂടാ. അതിലും 4K ആണ്, അത് ഉപയോഗിച്ചുകൂടാ, അത് കയറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർ വേണമെങ്കിൽ ഇവിടെ വെക്കാം, എന്നാലും പോയാൽ അവർ ഉത്തരവാദികളല്ല, ഇവിടെ സേഫ് ആയിരിക്കും, ആരും എടുക്കാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാൻ തിരിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വന്നു. പിന്നെ തോക്കും കത്തിയും ഇടിവള അങ്ങനെയുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ, അത് എടുത്തുകൂടാ. പിന്നെ കഞ്ചാവ്, ഗുളിക, എൻ്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ കൊണ്ടുവരരുത്. ഏറ്റവും കൂടുതൽ ഇവർ ഇതെല്ലാം ഉദ്ദേശിക്കുന്ന കൂള്, ബംഗാളികളെ പാൻപരാഗ്, പിന്നെ തുണ്ടിൻ്റെ ഇടയിൽ തിരികെ കയറ്റുന്ന അത് ശംഭു, അങ്ങനെയുള്ള ചവറുകൾ, അത് കയറ്റത്തില്ല. ഇതിനു മുന്നേ CCL മാച്ച് ആണെന്ന് തോന്നുന്നു, അല്ല കേരളത്തിൻ്റെ ഒരു കളിയായിരുന്നു, അതിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് നോക്കിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു പെട്ടിക്കകത്ത് ഫുള്ള് ഒരു കവർ കിടക്കുന്നു. കവറിൽ നോക്കിയപ്പോൾ മൊത്തം കൂളും ഇതുപോലുള്ള ശംഭുവും അടുക്കി എടുക്കിട്ടിരിക്കുന്നു. ഇതവർ ചെക്ക് ചെയ്തിട്ട് പോക്കറ്റിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും അത് ചെക്ക് ചെയ്തിട്ട് എടുത്ത് അവിടെ ഇടും. നല്ല മാരക ചെക്കിങ് ആയിരിക്കും, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ കളി മെൻസിൻ്റേതായതുകൊണ്ട്. പിന്നെ ഉള്ളത് ഫയർ വർക്ക്സ്, അതെല്ലാം സ്റ്റേഡിയത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആരും കൊണ്ടുവരണ്ട. നമുക്ക് മലയാളികൾക്ക് സിവിക് സെൻസ് ഉള്ളത് കൊണ്ട് ഫയർ വർക്ക്സിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. റോക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളും കൊണ്ടുവരില്ല എന്നാണ് പറയുന്നത്. പിന്നെ പെറ്റ്സിനെ അങ്ങനെ ആരും കൊണ്ടുവരില്ല, പട്ടി, പൂച്ച, അങ്ങനെയുള്ള. പിന്നെ നമ്മുടെ ഈ മ്യൂസിക് ഐറ്റങ്ങൾ, ഗിറ്റാർ, പിന്നെ പിയാനോ, അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതൊന്നും കൊണ്ടുവരരുത്. അത് മറ്റേ 11 ആണെങ്കിൽ കൊണ്ടുവരും. ഇൻസ്റ്റാഗ്രാമിൽ
ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്ന് പാട്ട് പാടി നിർത്താനാണെങ്കിൽ അവനെ പോലുള്ളവന്മാരായിരിക്കും ഇത് ഉദ്ദേശിച്ചത്. അവന്മാരൊക്കെ ആണെങ്കിൽ കൊണ്ടുവരും. അത് കൊണ്ടുവരരുതെന്നാണ് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ കൊണ്ട് ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നെ ലേസർ പോയിന്റ്, അത് കളിക്കാരുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് നല്ലൊരു തീരുമാനമാണ്. ലേസർ പോയിന്റ് കൊണ്ടുവരാൻ സാധിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ട്, കുറച്ച് നല്ലതായ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും പോകാൻ, ടിക്കറ്റ് എടുത്തവർ. പിന്നെ ടിക്കറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ചില ബ്ലാക്കുകളെ തലയിൽ വീഴാതിരിക്കണം. 500 ടിക്കറ്റ് 5000-നൊക്കെ കൊടുക്കുന്നവർ കാണും. അത് വാങ്ങാൻ ബംഗാളികൾ കാണും. അത് പറയാൻ പറ്റില്ല. അതല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊണ്ട് മാറുന്നവരാണെങ്കിൽ അവരെന്ന് വാങ്ങിച്ചോ. 500, 800, 1000 കൊടുത്ത് വാങ്ങിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ അതിലൊന്നും ചെന്ന് ചാടരുതെന്ന് ഞാൻ പറയൂ. ഇതെല്ലാം ശ്രദ്ധിക്കണം. മാരകമായ തിരക്കായിരിക്കും. ഫുൾ സോൾഡ് ഔട്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം വണ്ടികളും ട്രാഫിക്കും കാണുമെന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം വരാൻ.